ആ ദൃശ്യങ്ങളൊന്ന് തരൂ, 1,00,000 രൂപ സമ്മാനമായി നൽകാം. ഡിവൈഎഫ്ഐ CPM നേതാക്കളെ വെല്ലുവിളിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി. റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് ഒന്നാന്തരം നാടകമാണെന്ന് തെളിവ് സഹിതം അബിൻ വർക്കി പറയുന്നുണ്ട്. സീൻ ബൈ സീൻ പോലെ, സിനിമയിലെ തിരക്കഥ പോലെയാണ് അബിൻ വർക്കി വിവരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ആവശ്യത്തിന് CCTV ദൃശ്യങ്ങളുണ്ട്. 10ഓളം ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും കിട്ടാത്ത ദൃശ്യങ്ങൾ എങ്ങനെ CPMന്റെ കയ്യിലുണ്ടാകും? ആ വീഡിയോ ഒന്ന് പുറത്തുവിട്ടാൽ അവർക്ക് 1,00,000 നൽകുമെന്നാണ് അബിൻ വർക്കി വെല്ലുവിളിക്കുന്നത്. KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു. അതിനെതിരെ മന്ത്രി തട്ടിക്കയറുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ഇതിനുശേഷം പ്ലാറ്റ്ഫോമിൽ വിശ്രമിക്കുകയായിരുന്ന മന്ത്രി അപ്പോഴാണ് സ്പീക്കർ AN ഷംസീറിനെ കാണുന്നത്. പിന്നാലെ ഷംസീറിൻ്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ നാടകമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അബിൻ വർക്കി പറയുന്നുണ്ട്. ഇതിനുശേഷം സ്പീക്കർ ഷംസീർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുങ്ങിയെന്നും അതിൻ്റെ ദൃശ്യങ്ങളുണ്ടെന്നും അബിൻ വർക്കി പറഞ്ഞു. നേരത്തെ സമാനമായ ദൃശ്യം ഹാജരാക്കുന്നവർക്ക് 1 പവൻ സ്വർണമാണ് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത്. എന്തായാലും അബിൻ വർക്കിയുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. ഇന്നലെ കണ്ണൂരിൽ ശ്രീമതി വീണ ജോർജിൻ്റെ നാടകം പൊളിഞ്ഞുവെന്ന് വ്യസനസമേതം കേരളത്തെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പോൾ ഉള്ള ഭരണവിരുദ്ധതയ്ക്കും ആരോഗ്യവകുപ്പിനെതിരായിട്ടുള്ള വലിയ പ്രചരണങ്ങൾക്കും തടയിടുവാൻ വേണ്ടി ഇന്നലെ നടത്തിയ ആ പൊറാട്ട് നാടകം ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഇന്നെല്ലാവർക്കും വ്യക്തമായിരിക്കുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കണ്ണൂരിൽ കർഷകരുമായി സംവദിക്കുകയും തുടർന്ന് വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ഭവന പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മവും നിർവഹിക്കാൻ പോവുകയാണ്. ഈ അവസരത്തിലാണ് CPM കരുതിക്കൂട്ടി ചില PR ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെയൊരു നാടകം കളിച്ചത് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഇന്നലെ അവിടെ ഉണ്ടായ സംഭവവികാസങ്ങളിലെ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്താണ് അവിടെ സംഭവിച്ചത്. നിങ്ങൾ സീൻ വൈസ് എടുത്തു. സീൻ 1 എന്താണ്? മന്ത്രി കാറിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സീൻ 2 എന്താണ്? KSUവിൻ്റെ ഒരു 4-5 പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി മന്ത്രിയുടെ അടുക്കിലേക്ക് വരുന്നു. സീൻ 3 എന്താണ്? ഏതാണ്ട് ഒരു 50ഓളം പോലീസുകാർ, ഒരു KSU പ്രവർത്തകന് 10 പോലീസുകാർ എന്ന കണക്കെ ഏതാണ്ട് ഒരു 50ഓളം പോലീസുകാർ അവിടെയുണ്ട്. ഇവർ ചേർന്ന് KSU പ്രവർത്തകരെ പിടിച്ചു മാറ്റുകയും കരിങ്കൊടി പിടിച്ചു മേടിക്കുകയും മന്ത്രിയെ ഏകദേശം 10ഓളം പോലീസുകാർ ചേർന്ന് വലയം തീർക്കുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. സീൻ 4 എന്താണ്? മന്ത്രി KSU പ്രവർത്തകരെ ചീത്ത വിളിക്കുകയാണ്. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന KSU പ്രവർത്തകരെ പുറകെ നടന്ന് ചീത്ത വിളിക്കുന്ന മന്ത്രിയുടെ ദൃശ്യം നമ്മൾ കണ്ടതാണ്. ആക്രോശിക്കുന്ന മന്ത്രിയുടെ ചിത്രം നമ്മൾ കാണുന്നതാണ്. പോലീസുകാരുടെ മെക്കെട്ട് കയറുന്ന മന്ത്രിയുടെ ചിത്രം നമ്മൾ കാണുന്നതാണ്. SI തന്നെ മന്ത്രിയെ അവിടെ പിടിച്ചു നിർത്താൻ പെടാപ്പാട് നിൽക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. ഇത്രയും വളരെ കൃത്യമാണ്. എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ 7 അയൽവക്കത്ത് പോലും KSUക്കാർ എത്തിയിട്ടില്ല. സീൻ 5 എന്താണ്? അവിടെ തൊട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സീൻ 5, മന്ത്രി 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നു. മാധ്യമങ്ങളോട് പറയുന്നു, നിങ്ങളാണ് ഈ KSUക്കാർക്ക് വളം വെച്ചു കൊടുക്കുന്നത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇവരിവിടെ വരില്ലായിരുന്നു. നിങ്ങൾ പൊക്കോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നേരെ വന്ദേ ഭാരതിൽ കയറി പോകാൻ പോവുകയാണെന്ന് പറയും. സീൻ 6 എന്താണ്? മന്ത്രി, നമുക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കഥ അറിയാം. 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്റ്റെപ്പുകൾ സ്വയമായി കയറി വളരെ സന്തോഷത്തോടു കൂടി 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അടുത്ത സീനിലാണ് ഗൂഢാലോചന നടക്കുന്നത്. സീൻ 6ൽ ഗൂഢാലോചന നടക്കുകയാണ്. മന്ത്രി പെട്ടെന്ന് നമ്മുടെ AN ഷംസീറിനെ കാണുകയാണ്. ശ്രീ AN ഷംസീർ പറയുന്നു, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഉടനെ CMനെ വിളിക്കണമെന്ന് പറയുകയാണ്. CMനെ വിളിക്കാൻ വേണ്ടി സീൻ 7ൽ ഫോൺ വിളിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് മന്ത്രിയുടെ മുഖം മാറുന്നു, വല്ലായിക പ്രകടിപ്പിക്കുന്നു, കഴുത്തിന് വേദനയാകുന്നു, കയ്യിൽ മുറിവ് കാണിക്കുന്നു. ഉടനെ മന്ത്രിക്ക് നിർദ്ദേശം കിട്ടുകയാണ്, പെട്ടെന്ന് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ അങ്ങ് അഡ്മിറ്റ് ആകണം. സീൻ 8 എന്താണ്? ഒരു എന്താ പറയുന്നത്, സഹപ്രവർത്തകയായിട്ടുള്ള മന്ത്രി, ആ മന്ത്രിയെ അത്യാഹിത വിഭാഗത്തിൽ ആംബുലൻസിൽ കയറ്റിവിട്ട് ശ്രീ ഷംസീർ വന്ദേ ഭാരതിൽ യാത്ര പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അത് നാടകമേ ഉലകം എന്നുള്ളതല്ലാതെ മറ്റൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കേരളത്തിലെ DYFIക്കാരെ വെല്ലുവിളിക്കുന്നു, കേരളത്തിലെ CPMനെ വെല്ലുവിളിക്കുന്നു. മന്ത്രിയെ ആക്രമിക്കുന്ന ഏതെങ്കിലും KSUക്കാരൻ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു ചിത്രമോ വീഡിയോയോ പുറത്തുവിട്ടാൽ 1,00,000 രൂപ ഇനാം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. 1,00,000 രൂപ ഇനാം. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യം പുറത്തുവിട്ടാൽ RPFന്റെ ദൃശ്യങ്ങളുണ്ട്, ഏതാണ്ട് 10ഓളം ചാനലുകളുടെ ദൃശ്യമുണ്ട്, അതിൽ തന്നെ കൈരളിക്കാരൻ്റെ ദൃശ്യമുണ്ട്,
ഇതുകൂടാതെ ഡിവൈഎഫ്ഐക്കാരൻ്റെ റീൽസ് ക്യാമറകളുണ്ട്, മന്ത്രിയുടെ ഏകദേശം 2ഓളം റീൽസ് ക്യാമറകളുണ്ട്. ഇതിൽ നിന്ന് ഏതാണ്ട് ഒരു 15ഓ 16ഓ ക്യാമറകളിൽ നിന്ന് മന്ത്രിയെ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ ഞങ്ങൾ ഇനാം പ്രഖ്യാപിക്കുകയാണ്. അത് ഇതേവരെ പുറത്തുവിടാൻ കേരളത്തിലെ CPM-നോ DYFI-ക്കോ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ മുന്നിൽ അപഹാസ്യയായിരിക്കുന്ന മന്ത്രിയെ ആരോഗ്യവകുപ്പിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകം മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആ നാടകം കേരള ജനതയ്ക്ക് മുമ്പിൽ പൊളിഞ്ഞ് വീണ് പാളിസായിട്ടുണ്ട് എന്ന് ഞങ്ങൾ വ്യസന സമേതം അറിയിക്കുകയാണ്. ആരോഗ്യമന്ത്രി ഇനി എന്തൊക്കെ നാടകം കളിച്ചാലും, ഞാൻ പ്രത്യേകം പറയുകയാണ്, മെഡിക്കൽ കോളേജാണ്. കാരണം കൈക്ക് പരിക്കേറ്റവർ ചികിത്സിക്കാൻ ചെന്നപ്പോൾ നാക്കിന് സർജറി ചെയ്ത മെഡിക്കൽ കോളേജാണ്. കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കൈയിൽ സർജറി നടത്തിയപ്പോൾ വളഞ്ഞു പോയ ആശുപത്രിയുള്ള സ്ഥലമാണ്. ഒരു ചെറിയ രോഗത്തിന് ചെന്നപ്പോൾ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ മെഡിക്കൽ കോളേജിൽ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ദിവ്യയുടെയും നവീൻ ബാബുവിൻ്റെയൊക്കെ കേസുള്ള സ്ഥലമാണ്. CPM എന്തു വേണമെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാണിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് BP കൂടുതലാണ് അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലേക്ക് മാറ്റിയെന്നൊക്കെ പറയുമ്പോൾ ഇത് താങ്കൾ തന്നെ ഭരിക്കുന്ന മെഡിക്കൽ കോളേജാണ് എന്നുള്ള ബോധ്യം താങ്കളുടെ ഉള്ളിലുണ്ടാകണം. പെട്ടെന്ന് തന്നെ ഈ നാടകം നിർത്തി പുറത്തു വരണമെന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് തരാനുള്ളത്. ഈ വിഷയം മുഴുവൻ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും ഭരണവിരുദ്ധതയും മറച്ചുവെക്കാൻ നടത്തിയ നാടകമാണ്. രാഹുൽ ഗാന്ധിയുടെ പരിപാടിയെ മൂടിവെക്കാൻ വേണ്ടി നടത്തിയ നാടകമാണ് എന്ന് ഉത്തരവാദിത്വത്തോടു കൂടി യൂത്ത് കോൺഗ്രസ് പറയുകയാണ്. അല്ല, അതാണ് പറയുന്നത്, ഇത് ഒരവസരമായി, സുവർണാവസരമായി കാണുകയാണ്. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതൊരു സുവർണാവസരമായിട്ടാണ് കണ്ടത്. ആ സുവർണാവസരത്തിൻ്റെ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കണ്ണൂരിലെ ഓഫീസുകൾ ആക്രമിക്കുന്നു, ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നു. ഈ അക്രമ പ്രവർത്തനമൊക്കെ ജനം കാണുകയാണ്. ജനം ഉറപ്പായും ഇവരുടെ കഴുത്തിൽ പിടിക്കും, ഒരു സംശയം വേണ്ട. അത് ഇലക്ഷനാണ്. അതുകൊണ്ട് ഇതിനൊക്കെ തിരിച്ചടി നൽകാൻ ഇപ്പോൾ DYFI-യുടെ സംസ്ഥാന പ്രസിഡന്റ് കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത്, ഞങ്ങൾ ഇതിനെ തിരിച്ചടിക്കും. DYFI-യുടെ സംസ്ഥാന പ്രസിഡന്റിനോട് പറയാനുള്ളത്, നിങ്ങളടിച്ചാലും ശരീരത്തിൽ നിന്ന് വരുന്നത് ചോരയാണ്, ഞങ്ങളടിച്ചാലും ശരീരത്തിൽ നിന്ന് വരുന്നത് ചോരയാണ്. ഞങ്ങൾക്ക് ആ മാർഗം താല്പര്യവുമില്ല, ഞങ്ങൾ ചെയ്തിട്ടുമില്ല, ഞങ്ങളത് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷേ ഒരു റിട്ടാലിയേഷൻ എന്ന് പറയുന്ന ഒന്ന് എല്ലാ അക്രമങ്ങളിലും ഉണ്ട് എന്ന് CPM-കാർ കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഒരക്രമ സംഭവങ്ങൾക്കോ ഒരക്രമത്തിനോ ആഹ്വാനം ചെയ്യുന്നില്ല. പക്ഷേ ഇല്ലാത്ത ഒരു സംഭവത്തിൻ്റെ പേരിൽ, ഇല്ലാത്ത ഭജനയുടെ പേരിൽ ബില്ല് തട്ടിയെടുത്തതുപോലെ ഇല്ലാത്ത ഒരു സംഭവത്തിൻ്റെ പേരിൽ കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ തടുത്ത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ അതിന് തിരിച്ചടി നൽകേണ്ട ബാധ്യതയിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനം എത്തും. ഞങ്ങൾക്കതിൽ താല്പര്യവുമില്ല, ഞങ്ങളത് ആഗ്രഹിക്കുന്നുമില്ല. അത് CPM-കാരൻ മനസ്സിലാക്കിയാൽ നിന്ന്. അല്ല, ഞാൻ പറഞ്ഞത് ശ്രീ P. രാജീവൊക്കെ അദ്ദേഹം കൂടി ഉണ്ടായിരുന്ന സമയത്താണല്ലോ KV തോമസിന്റെ മേലേക്ക് കരിയോയിൽ ഒഴിച്ച സംഭവം ഉണ്ടായത്. ഇതേ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ച്. അന്ന് തെമ്മാടി കൂട്ടമെന്ന് P. രാജീവിന് തോന്നിയിട്ടില്ല. മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ദേഹത്തേക്ക് കല്ലെറിഞ്ഞ് ഉമ്മൻചാണ്ടി തലയിൽ പരിക്കുമായി പുറത്തു വന്ന് ചോര ഒലിപ്പിച്ച് വന്നത് കണ്ടപ്പോഴും ഇവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നെഞ്ചിൽ എന്താണ് വലിയ ഇരുമ്പിന്റെ ചട്ടക്കൂടാണോ എന്ന് ചോദിച്ചവരാണ് P. രാജീവും പിണറായി വിജയനും ഒക്കെ. അന്ന് പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്യാണ് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരല്പം അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സ്റ്റോറി ആയിരുന്നെങ്കിൽ കേരളം വിശ്വസിച്ചേനെ. അതിന് പകരമായിട്ട് ഞങ്ങൾക്ക് ഈ CPM-കാരനോട് ചോദിക്കാനുള്ളത്, ഒരല്പം ഉളുപ്പ്, ഇതുപോലുള്ള നാടകമൊക്കെ കാണിക്കുമ്പോൾ ഒരല്പം ഉളുപ്പ് അത് CPM-കാരൻ കാണിക്കണം എന്നാണ്.